മുണ്ടക്കൈ ചൂരൽമല രക്ഷാദൌത്യത്തിന് പണം ആവശ്യപ്പെട്ട കേന്ദ്ര നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. എയർലിഫ്റ്റിംഗിന് പണം ആവശ്യപ്പെട്ട നടപടിയിൽ കേന്ദ്രത്തിനെതിരെ വിമർശനം കടുപ്പിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും ഇനിയുള്ള നടപടികൾ? ഈ വിമർശനം കടുപ്പിക്കുന്നതിലുപരിയായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രവിത. നമുക്കറിയാവുന്ന പോലെ തന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, അതായത് എയർലിഫ്റ്റിന് കോടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത്, അതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് വലിയ അതൃപ്തിയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് മന്ത്രിമാരുടെ അടക്കമുള്ള ആളുകളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, അത് കേന്ദ്ര സർക്കാരുമായുള്ള തർക്കം, അത് കോടതി കയറിയതാണ്. ആ സാഹചര്യത്തിലാണ് വീണ്ടും 2019 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് 132 കോടി 62 ലക്ഷം രൂപ കേരളം തിരിച്ചടയ്ക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. കേന്ദ്ര സർക്കാർ നിലപാട് വിവേചനപരമാണെന്നും രാഷ്ട്രീയമാണെന്നും ഇന്നലെ സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് കേന്ദ്ര നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും പണം നൽകാൻ കഴിയാത്തതിന്റെ സാഹചര്യം വിശദീകരിച്ച് കേന്ദ്രത്തിന് മറുപടി കത്തയക്കും എന്നുള്ളതുമായിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഈ വയനാട് ദുരന്ത പാക്കേജ് തരാതെ കേന്ദ്രം പണം ചോദിക്കുന്നത് കേരളത്തെ പരിഹസിക്കുന്നതിന് തുല്യമെന്നുള്ളതായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ കേരളത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഗവർണറടക്കം ബി.ജെ.പി. നേതാക്കളടക്കം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുക, കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ചെറുക്കുക എന്നുള്ളതാണ് തീരുമാനം. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ അത് വിശദീകരിച്ചുകൊണ്ട് കത്തയക്കാൻ അത് സർക്കാർ തലത്തിൽ ചില ആലോചനകൾ നടക്കുന്നുണ്ട്. കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ തുക അടയ്ക്കാതെ വേറെ പോംവഴികളില്ല എന്നുള്ള വിവരം സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ STRF-ൽ നിന്നടക്കം പണം തിരിച്ചടച്ചാൽ അത് പ്രതിസന്ധി രൂക്ഷമാകുമെന്നുള്ള വിലയിരുത്തലുണ്ട്. ഈ പ്രതിസന്ധി സർക്കാർ എങ്ങനെ മറികടക്കും എന്നുള്ളത് സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയെ സംബന്ധിച്ചും നിർണായകമാകും. ക്രിസ്റ്റീന, പ്രവിത. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്.